ലത്തീഫ്. ഞാൻ കടനംകുളം പഞ്ചായത്തിലെ നിരവധി കൃഷി അവാർഡ് മേടിച്ച കർഷകനാണ്. ഇപ്പം എൻ്റെ ഭാര്യ ഞാനും കൂടെ വൈതളങ്ങ നാട്ടിയിട്ടുണ്ട്. നോക്കൂ, വിളയെടുത്ത് ഇപ്പം കുറച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട നല്ല വൈതളങ്ങ. ഇത് നാടനാണ്. ഇത് 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 തമിഴ്നാട്ടിലെ പച്ചക്കറി കണക്കല്ല, തമിഴ്നാട്ടിലെ വിഷരഹിത പച്ചക്കറിയാണ്. അതായത് ഇങ്ങനെയുള്ള പച്ചക്കറികൾ എല്ലാ വീട്ടമ്മമാരും കൃഷി ചെയ്ത് എല്ലാ വീട്ടിലും വെരി സിമ്പിൾ. ആൾക്കാർ പറയണ ഇതിന് ഭയങ്കര കഠിന അധ്വാനമാണെന്ന് പറഞ്ഞാൽ ഒരു അധ്വാനവും ഇല്ല. നിങ്ങൾ കത്തിരിക്ക ഏതാണ്ട് വൈതളങ്ങ മേടിച്ചാൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞ ഒരു 40-45 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സുലഭമായ നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടംമാതിരി വൈതളങ്ങ നോക്കിയേ, എന്ത് നല്ല വൈതളങ്ങ. ഞങ്ങൾക്ക് തോനെ കൃഷികളുള്ളതുകൊണ്ട് എൻ്റെ വൈഫാണ് ബാക്കി എല്ലാം ഇതാണ്. ഇതൊക്കെ വെരി സിമ്പിളാണ്, എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യും. ഇത് നേരത്തെ തോനെ പറിച്ചു പോയി. ഇതാണ്ട വൈതളങ്ങ പറിച്ചു വെച്ചേക്കണ കണ്ട. തമിഴ്നാട്ടിലെ ഈ വിഷ പച്ചക്കറികൾ വാങ്ങിച്ച് നമുക്ക് കൂടുതൽ നാട്ടിൽ ഇപ്പോൾ വരുന്നത് എല്ലായിടത്തും ക്യാൻസറുകളും മറ്റുള്ളത്. നിങ്ങളെല്ലാവരും വീട്ടിനകത്ത് 2 മുളക്, ഒരു കത്തിരിക്ക, ഒരു വെണ്ടയ്ക്ക നട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലുള്ള വിഴുക്ക് വിരട്ടാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. നോക്കൂ, എന്ത് നല്ല വൈതളങ്ങ. നിങ്ങളെ വീട്ടിൽ എല്ലാ വീട്ടിലും സ്ഥലമില്ലാത്തവർ ഗ്രോ ബാഗിനകത്ത് വെച്ച് കൃഷി ചെയ്യണം. എല്ലാവരും കൃഷി ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എല്ലാവരും അത് കണ്ട് പ്രോത്സാഹനം കൊടുക്കണം. എല്ലാവരും ഇടണം, കമൻറ്റും ചെയ്യണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യണം. ഞാൻ ഇപ്പോൾ വേറെ ഒരു വയലിൽ കോരി പിടിച്ചുകൊണ്ട് മരിച്ചിനിക്കും കോരി പിടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വൈഫ് ഇത് പറിച്ചുകൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ എടുത്ത് ഇടുന്നതാണ്. എല്ലാവരും കാണണം. എല്ലാവരും കണ്ട് നോക്കൂ, ഇഷ്ടമാതിരി നിൽപ്പുണ്ട്. ഇത് 4-5 പ്രാവശ്യം എത്ര മാസം കൊണ്ടേ പറിച്ചുകൊണ്ടിരിക്കണമെന്നറിയാം. 2 മൂട് നിങ്ങൾക്ക് നട്ടാൽ ഒരു 3 മാസം നിങ്ങൾക്ക് ഒരു പച്ചക്കറി വയ്ക്കണം. ഇത് ഇട്ട് വിഴുക്ക് വരട്ടാം, എന്തെല്ലാം ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ബജി ഉണ്ടാക്കാം. ബജി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് വൈതളങ്ങ. നല്ല ഗുണനിലവാരമുള്ള വൈതളങ്ങയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി നിൽപ്പുണ്ട്. പറിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം പറിച്ചതാണ്. ഇനിയിപ്പോൾ ഒരു 4 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ പൂ നിൽക്കുന്നതെല്ലാം വൈതളങ്ങയാണ്. അടുത്ത ഈ പൂ നിൽക്കുന്ന ഒരു 6-7 ദിവസം കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് വലിയ വൈതളങ്ങയായി. എല്ലാവർക്കും പറയണേ അവർക്ക് ചെറിയ ഐറ്റങ്ങൾ നല്ല എന്ത് കാണാൻ നല്ല എന്ത് നമ്മുടെ നാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്തെല്ലാം ഉൽപ്പാദിപ്പിക്കുമെന്ന് അറിയാം. നമ്മുടെ ഈ മരുഭൂമിയിലൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മളിനി അടുത്ത ഒരു ജന്മം ഇതിനകത്തിട്ടേക്കുന്ന വളങ്ങൾ കണ്ട എല്ലാം ആട്ടുംപുളക്കും മറ്റേ കോഴിക്കാരോ ഇതൊക്കെ ഇട്ടേക്കണം. ഇതിപ്പോൾ കൊണ്ടുവന്ന് നമ്മളെ ഈ പരിസരത്ത് തന്നെ വീട്ടുകളിൽ കൊടുക്കും. അത് എല്ലാവരും കൃഷി ചെയ്യണം. ഇത് മെനങ്ങാന്ന് പറിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി ഈ പരിസരത്ത് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ എല്ലാവരെയും ചോദിക്കും ജൈവ പച്ചക്കറി ഉണ്ടാകും. നമ്മളെല്ലാവർക്കും ഒരു ലത്തീഫല്ല, ഒരു താഹറല്ല, നിങ്ങളെല്ലാവരും കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിൽ സമ്പത്ത് വരട്ടെ. കാർഷിക രംഗം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പ് തന്നെ ഉള്ളൂ. ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അത്രയും പറിച്ചിപ്പോൾ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ ഇത് കൂടുതൽ കളഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഉടനെ ഇത് പുഴു നട്ടിട്ട് വേറെയുള്ള കൃഷി